അണ്ണാ ഗോകുന് എന്ത് എടാ ഗോകു ആക്ച്വലി സ്ട്രീമിംഗ് ഒക്കെ നിർത്തി. ഇപ്പൊ അവൻ വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അവിടെ പുറത്താ. അപ്പൊ അവനിപ്പോ ഇനി ലൈവ് ഒന്നും വരാൻ അവന് താല്പര്യം ഇല്ല ആക്ച്വലി. അപ്പൊ അവൻ ഇനി ലൈവ് ഒന്നും ഉണ്ടാവില്ല. ഇനി ആണ്ടിൽ ഒരിക്കലും എപ്പോഴെങ്കിലും വന്ന് ലൈവ് ഇട്ടാലേ ഉള്ളൂ. അവൻ ലൈവ് ഇടത്ത് ഇനി ഇതിലോട്ടൊന്നും ഇല്ലെന്നാണ് അവൻ അറിയിച്ചത് തന്നെ. ഇതുവരെ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ അവൻ ഇനി വരുമോന്ന് അറിയത്തില്ല. ഇടയ്ക്കെങ്ങാനും വന്നാലായി. അവനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എടാ ഗോകു ഗോകു ഞാൻ പുറത്തേനു ഇപ്പൊ വന്നേ. അവനാണ് എന്നെ സ്നൈപ്പറില്, അതായത് സ്നൈപ്പർ കില്ല് ആ സമയത്തൊക്കെ സ്നൈപ്പർ കില്ലൊക്കെ മറ്റേ ചാടി അടിക്കുന്നത് ഓരോ ട്രിക്ക് ഉപയോഗിച്ച് അടിക്കുമായിരുന്നു. നല്ല കാണാൻ എന്റർടൈൻ രീതിയിൽ അടിച്ചു കൊടുക്കുമായിരുന്നു ആൾക്കാർ കാണാൻ ഒരു എന്റർടൈൻ രീതിയിൽ കില്ല് എടുക്കുമായിരുന്നു സ്നൈപ്പർ വെച്ച്. അടിപൊളിയായിരുന്നു. പയലിട്ട് നിങ്ങൾക്കും ചെയ്യാം. ഏടാ പോടാ കൊണ്ണേ നീ ഒന്ന്. എല്ലാം എടുത്തോ. താങ്ക് യു. ഒരു മിനിറ്റ് ഞാൻ കയറാം. ഇത് മേലെന്നുണ്ടോ? മേളിൽ എങ്ങനെ കൊല്ലും? ഇവിടെ ഒട്ടിയുണ്ട് അണ്ണ, മേലെ ഒട്ടിയുണ്ട് അണ്ണ. സത്യം മേളിൽ ഒട്ടിയാ? എന്ത് ആ ഒട്ട ഹോളുണ്ട്. എടാ ഈ കളി എനിക്ക് റീകോള് കിട്ടിയില്ലടാ. പക്ഷേ അത് അടിച്ചെടുക്കണം അവിടെ നല്ല. മേളില് ഒട്ടയെന്ന് പറഞ്ഞ എന്തോ ഓട്ടയോ? ഐ മീൻ എന്താ ഗ്യാപ്പ്, കുഴിയുണ്ട്. ഗ്യാപ്പ് ഒട്ടയുണ്ടെന്ന്. ഞാനോർത്ത് നീ വരെ ആർപ്പിക്കാത്ത വരെ കൊട്ടാവാസ പറയുന്ന പോലെ ഇരുന്ന് പറയുമായിരിക്കുന്നു. എടാ ഈകളെ നിനക്കൊരു കാര്യം അറിയോ? നീ കൊട്ടയിലെ വിളിക്കുന്ന മുന്നേ ഞങ്ങളുടെ ടീമേറ്റിനെ വിളിക്കാതെ അങ്ങനെ സത്യം അമ്മാദ്യം അല്ല പിണങ്ങിപ്പോയി. ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങളെ കളിച്ചോണ്ടിരുന്ന് പിണങ്ങിപ്പോയവൻ. അവൻ ടൈലറിനൊക്കെ ഞാനൊക്കെ പറഞ്ഞത് അല്ല ടൈലറെ നിങ്ങളെ പറഞ്ഞേ. പബ്ജി കേരളം കണ്ടു തുടങ്ങിയപ്പോ കാസ്ട്രോയും ഗോകു ആയിരുന്നു മെയിൻ. പിന്നെ ഗോകു ഇനാക്റ്റീവ് ആയപ്പോ പിന്നെ കാസ്ട്രോ അങ്ങ് കയറി. അപ്പൊ ഈഗിളും ഉണ്ടായിരുന്നു. പിന്നെ സൈക്കോ ഒക്കെ വന്നു. ആ സത്യം അങ്ങനെയായിരുന്നു. എന്നെ എല്ലാവർക്കും അറിയാവുന്നത് എന്താ ഗോകുവിന്റെ സ്ട്രീം വഴിയാ. ഇവിടെ ബ്ലൈൻഡ് വില്യംസ് ഒക്കെ എവിടെ? എടാ അവരുടെ ഒന്നും ഒരു വിവരവും ഇല്ലടാ. ആ വില്യംസ് എനിക്കൊരു 2 ദിവസം മുമ്പ് മെസ്സേജ് അയച്ചായിരുന്നു ബ്ലൈൻഡിന്റെ ഒരു കാര്യം ചോദിച്ചിട്ട്. വില്യംസിന് ഒക്കെ ഒരു കാലമല്ലേ? വില്യംസ്, സോമന്, നിക്ക്, അതൊക്കെ ഏതാണ് കാലം? റൂൾ ചെയ്യുന്ന ടൈമായിരുന്നല്ലേ? അതെ അതെ. എക്സ്പെയിന്, അതൊക്കെ ഒരു കാലല്ലേ? സാഹിബിന്റെ സ്ഥലം എവിടെയാ? സാഹിബിന്റെ സ്ഥലം ചങ്ങനാശ്ശേരി. ഇത് കാണുന്നില്ലല്ലോ ഇവനെ. അതിനകത്ത് ആളുണ്ടേ. ഗ്ലേഷ്യർ ഉള്ള അവർ റീകോളിന് പോയെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ടെലിപ്പടി കയറുവാണേ. എവിടെയാടാ അവൻ? ഇവിടെ വൈപ്പ് കഴിഞ്ഞു കേട്ടോ. ഇന്ന് പിക്ക് ചെയ്തേ. ഇവിടെ കഴിഞ്ഞു.
ഈകളെന്താ ചിരിച്ചീകളെ? നീ അവനെ തൊന്തയ്ക്ക് വിളിക്കാൻ പോയിട്ട് പെട്ടെന്ന് ടോൺ മാറ്റിയുണ്ട്. അപ്പൊ മേളിൽ ഇപ്പഴും ഫൂട്ട് കാണിക്കുന്നുണ്ടല്ലോടാ. ആ ഉണ്ട്, ഒരുത്തൻ നോക്കട്ടെ ഞാൻ അവിടെ. നിന്നെ ആരാ അടിച്ചപ്പം? എന്നെ വേറെ ലോഗിൻ ഒരു അടി കണ്ടായിരുന്നോ? ഒരു അടിച്ചില്ല, അതാണ് അടി. അയ്യോ തന്തയില്ലാത്തന്റെ DBS ഇതോടാ. സ്നൈപ്പറും ഗണ്ണ്, സ്നൈപ്പറും DBS ഗണ്ണടാ. DBS ഞാൻ ഒരു കാര്യം ഞാൻ പറയാടാ, ഈ DBS കളിക്കുന്നവന്മാരെ എനിക്ക് പൊളിയുമെങ്കിലും അത് കളിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം സായിപ്പേ. സത്യം പറയുക, അത് നമ്മൾ അടിച്ചാൽ കൊള്ളൂല ആ സാധനം. അത് അങ്ങനെയാണ്. ഒരു കഴിവും വേണ്ട, ഒന്നും ഒരു കഴിവും വേണ്ട. അടിച്ച് കുറച്ചൊന്ന് കളിച്ചു കഴിഞ്ഞാൽ ഡയലോഗ് ഒരു ഇതില്ല, ഒന്നുമില്ല. ആ ഈസി ആയിട്ട് അടിക്കാം. പറ്റൂലടാ എടാ. ഈ അത് ഭയങ്കര സീനാണ് സാഹിബ്. എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. ചോക്കായാലും പറ്റൂല. പക്ഷെ ഒരു ഷോട്ടിന് ആള് വീഴും, അതാണ് പ്രശ്നം. ഒരു ഷോട്ടിൽ ഞാൻ എല്ലാവരും ചോക്കൊക്കെ ആവും. എല്ലാരും ചോക്കൊക്കെ ആവും. ഹാപ്പി ബർത്ത്ഡേ സാഹിബ്. സാഹിബിന്റെ ബർത്ത്ഡേ ആണോ? അവന്റെ അച്ഛന്റെ ബർത്ത്ഡേ. ആര് പറഞ്ഞാലും എനിക്ക് റിഗ്രറ്റ് ഇല്ല. പൊണ്ണില്ലാത്ത പോകുമ്പോ അങ്ങനെ കൊറേ വൈരന്മാര്. എടാ 3 ഉണ്ട്, നിനക്കൊക്കെ എന്തിന്റെ കേടാ മയിര്? ചാറ്റിന് മൊത്തം ഹാപ്പി ബർത്ത്ഡേ. അവന്റെ അച്ഛനെ കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മൊത്തം ഹാപ്പി ബർത്ത്ഡേ. ഒരു കമന്റ് മര്യാദയ്ക്ക് വായിക്കാൻ പോലും പറ്റത്തില്ല. മൊത്തം ഹാപ്പി ബർത്ത്ഡേ അറിയാം. അഡിക്ഷൻ കൊടുക്കാം. ഒരു നോക്കിട്ടുണ്ട് എന്നോട്. മേളിൽ പറന്നിറങ്ങി. കൂടാ നീ ഇത് എവിടെ അവിടെ എങ്ങനെ കേറി? ഞാനല്ലേ വരാൻ പറഞ്ഞു കൂടെ നിന്ന്. ഈ പുല്ല ചാടില്ലേ? വാ സാഹിബ് എന്റെ ബിൽഡിങ്ങിന് മേളിലോട്ട് വരാവോ? ഈകളെ വരുന്ന എന്റെ വെയിറ്റ് ഒക്കെ ഞാൻ കേറണേ. ആ കേറിക്കോ വാ, കേറിക്കോ വാ. നീ കേറി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്നു. അവനുകൊണ്ട് അവൻ നോക്കായി കിടക്കണോ? നീ നോക്കിട്ടോ? ഇല്ല ഞാനല്ല, ടൈലർ നോക്കിട്ടെന്നാ. ടൈലർ എന്തെങ്കിലും പറയടാ. കറണ്ട് പോയി. ഞാൻ എടുത്തോട്ടെ. 3x ആരും എടുത്തോണ്ട് പോയി. 3 എടുത്തിട്ടില്ല. എന്റെ തന്നെ ആയിരിക്കും അപ്പൊ. എന്ത് നോക്കിയാ കളിക്കണേ? Don't give up. Your teammates can still recall you. ഇക്കോടെ കുഴിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്റെ വീട്ടിലൊരു ഫാൻ കേടായി. സാഹിബിന് വന്ന് റെഡിയാക്കാൻ പറയോ ഈകളെന്ന്. മത്തായി കൊറേ ദിവസം തുടങ്ങിയിട്ട്. എടാ ഈ ലെഫ്റ്റ് ഈ കപ്പൽ വരുന്നുണ്ട്. ഇത് വന്നു ഒന്നും പറയാൻ പോകുന്നില്ല. ഞമാരോടും നീയേ കൺമണിയേ സുലഭം നീയേ. ഇതില് കീ ഉണ്ടോ? ബ്രോ ലവ് സ്റ്റോറി തുടങ്ങിയത് ഞാൻ +1 പഠിക്കുമ്പോഴാണ്. +1 പഠിക്കുമ്പോൾ അവൾ 9 പഠിക്കുമായിരുന്നു. അങ്ങനെ കണ്ടുമുട്ടിയതാണ്. അങ്ങനെ 1 വർഷം പുറകെ വളച്ചെടുത്ത്. പിന്നെ അങ്ങനെ കത്തെഴുതുമായിരുന്നു. കത്തോ?
ഈകളെ കത്ത് എഴുതിണ്ടോ? ആ അമ്മ അതെ കത്ത് എഴുതായിരുന്നു. ഒരു എന്തോരം കത്ത് എഴുതിട്ടുണ്ടോ അറിയോ? അയ്യോ കത്ത് എഴുതിയിട്ടില്ല. കത്ത് എഴുതിയിട്ട് ഇന്റർവെല്ലിന്റെ സമയത്ത് കൊണ്ട് കൊടുക്കും. ബാത്റൂമിലോട്ട് വരുന്ന സമയത്ത് അവിടെ വരാന്തേ കാണുമല്ലോ, അപ്പൊ അവിടെ വെച്ച് കൊടുക്കും. അങ്ങനെ വർഷങ്ങൾ നീണ്ടു പോയി. കറങ്ങാനൊക്കെ പോയി. അങ്ങനെ ഇതായി സെറ്റായി എല്ലാം. പിന്നെ വിട്ടു പോയിട്ടില്ല. എത്ര നാളെടുത്ത് ഇഷ്ടമാണെന്ന് പറയാൻ? അല്ല പറഞ്ഞ എടാ പ്ലസ് 1 വെച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞ. അപ്പൊ ഞാൻ അവള് 9 പഠിക്കുമായിരുന്നു, ഞാൻ പ്ലസ് 1 പഠിക്കുമായിരുന്നു. പ്ലസ് 2 വെച്ചാ തിരിച്ച് എന്നോട് പറഞ്ഞത്. നമ്മള് മറ്റേ ഇതായിരുന്നടാ, കണ്ണാപ്പി ആയിരുന്നു, മനസ്സിലായോ? കണ്ണൊക്കെ എഴുതിക്കൊണ്ടായിരുന്നു ഇറങ്ങുന്നത്. ഇപ്പൊ കഞ്ചാവാന്നൊക്കെ ആൾക്കാര് പറയണ, മനസ്സിലായോ? കണ്ണൊക്കെ എഴുതി നടക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി വിഷയമായിരുന്നു. ആ ഒറ്റൊരു വിഷയമുണ്ടായിരുന്നു. കണ്ണൊക്കെ ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട്. ഓ നീയും കണ്ണെഴുതി മറ്റേ ലൈക്ക് സപ്പോർട്ടൊക്കെ നമുക്ക് അറിയാറേ. പൊളിക്ക് ഗൈസ്, ഫുൾ സപ്പോർട്ട്. എനിക്ക് തമാശ വേണ്ട. ഞാൻ സ്നൈപ്പ് ചെയ്യട്ടെ ഒരു കളി സായിപ്പേ. ചെയ്തോ മറ്റേ പൊളിക്ക് ഗൈസ് ഗൾബേന്നൊക്കെ ഇടുവായിരുന്നല്ല. പിന്നെ ഇടാതെ അതായിരുന്നു നമ്മുടെ മെയിൻ വിനോദം. ഇജ്ജ് പൊളിക്ക് മുത്തേ. പണ്ടെടുത്തിട്ടുണ്ട് മുഹമ്മദ് സബ്ബിവാൻ എന്നൊക്കെ എടുത്തിട്ടുണ്ട്, അറിയാം നിനക്ക്? അവനാരെ മുഹമ്മദ് സബ്ബിവാൻ അങ്ങനെ പറയുന്ന ഇടത്തിനൊക്കെ ഉണ്ടായിരുന്നുണ്ട്, അറിയാവോ? അജ്മൽ ഖാൻ അങ്ങനെയല്ല, അറിയാറുണ്ട്. അംജാദ് മൻസൂർ, അഷ്കർ യൂട്ടി എന്നുള്ള പറഞ്ഞ കുറെ ഉണ്ട്. അഷ്കർ യൂട്ടിനെ അറിയാമായിരുന്നോ നിങ്ങളെ? ഇല്ല, എനിക്കറിയാം അഷ്കർ യൂട്ടിനെ. വടകര എന്റെ ചങ്ങായി. ഭയങ്കര അംജാദ് മൻസൂർ ആയിട്ടില്ല. അംജാദ് മൻസൂറിന്റെ മുടിയൊക്കെ മറ്റേ കോഴിവാല് പോലൊക്കെ നീട്ടിയൊക്കെ വളർത്തി വെച്ചേക്കണേ. പിന്നെ അഷ്കർ യൂട്ടി അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. റീകോൺ അതിന്റെ ആളായിരുന്നു, പൊളിക്ക് സപ്പോർട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനെല്ലാം പണ്ട് കൊറേ കളിച്ചു. എന്താ കമ്മിറ്റ്മെന്റ് ലവിൽ? കുണ്ണയ്ക്ക് 50 ഡിന്നർ അടിക്കാൻ പറഞ്ഞ് 10 മാസമായിരുന്നു. എടാ പുണ്ടയ്ക്ക് മോനെ 10 മാസം 7 മാസമായിട്ടും പുറകെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? അതാ കമ്മിറ്റ്മെന്റ് അല്ലടാ. അതെ, വിട്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ. അതെ, അത് വിട്ടല്ലോ, സ്റ്റിൽ ട്രൈ ചെയ്യുമല്ലേ? അത് തന്നെയല്ലേ കമ്മിറ്റ്മെന്റ്. ഈ ബഗ്ഗി എടുക്കണം. ഒതപ്പിന് പ്രണയമില്ലടാ. ഒതപ്പന്റെ പ്രണയം BGMA ആണ്. പ്രണയം ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല കർണാടക ഒന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം. ഈകളെ അഭിനിക് ബ്രോ അറിയാവോ? മറ്റേ നമ്മളെ കളിച്ച അഭിനിക് ബ്രോ ഒരു പെണ്ണേട്ടാ, ഒരു പെണ്ണായിട്ട് ഇങ്ങനെ ലോപിക്കായിരുന്നു. അപ്പൊ അഭിനിക് ബ്രോയുടെ ആ പെണ്ണ് പറഞ്ഞ് സായിപ്പിനെ ഒന്ന് ലോപിക്കേറ്റാന്ന് പറഞ്ഞു, ഫാനാന്ന് പറഞ്ഞു. അപ്പൊ അഭിനവ് പറഞ്ഞ് കേറ്റാന്ന് പറഞ്ഞു. എന്നെ കയറ്റി ഇവിടെ ടീലർ എനിക്ക് 3 ടീലർ ഞാൻ കയറ്റി. ടീലർ 5 സെക്കൻഡ് ലോബി ചെയ്യുന്നുള്ളൂ. ആ പെണ്ണെ അടിച്ചോണ്ട് പോയി. എന്നിട്ട് ടീലറും അഭിനയിക്കുമ്പോൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ കൂടി തെരുവിളി, അഡ്രസ് അയച്ചു കൊടുക്കുന്നു, വീട്ടിൽ പാടാ അതാ മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആ പെണ്ണെ കുറെ ടൈലർ അഭിനയിക്കുമ്പോൾ അൺഫ്രണ്ട് ഒക്കെ ചെയ്യിപ്പിച്ച് കുറച്ച് ദിവസം സൊല്ലലായത്. അത് ഞാൻ പെണ്ണ് വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ പോയി, പിന്നെ കഴിഞ്ഞു. അതാണ് ചെയ്തോണ്ട് അതൊന്നല്ല പ്രണയ കഥ. അവന്റെ കൂട്ടത്തിൽ ഒരുത്തിനെ എവിടെ ഇറങ്ങിയൊരു സംശയം. ഇറങ്ങി ഇല്ല ഞാൻ ചാവും. ഇല്ല ബോഡി കവർ വേണം. ഇല്ല വണ്ടി എടുത്തേത്. ഓ നൈസറാമത്. ഓ കൊതപ്പൻ അവൻ കിടക്കുന്നുണ്ട്. ബോഡി കവർ തന്നെ കവച്ച് മറ്റേ ബോഡി കവർ നിക്കടാ ടൈലറെ. ഞാൻ നിന്ന് ഇയാളാണ് ടൈലർ ബോഡി കവർ പോലും നിക്കാറിയത്തില്ലടാ. അണ്ണ ചെയ്തണ്ണ 32 വയസ്സുള്ള ബാണം വേറൊരു എന്തോ കടന്ന് കാണിക്കണം. എന്തിട്ട് മറ്റേ ഓഞ്ഞ 2 ടെലിപ്പോർട്ടും എടുത്തിട്ട് എന്നാ കുറച്ച് അങ്ങോട്ട് മാറ്റി വിടുവാണെങ്കിൽ ഞാൻ റിഡ്ജിന്റെ അടുത്തോട്ടെങ്കിലും പോകും. അതും ബുദ്ധിയില്ല, എന്തോ പണയാനാണ്. അപ്പുറത്തെ മലയിൽ എഴുന്നേറ്റി 3ാമത്തെ മാച്ചാ നോക്കിക്കളി. എപ്പുറത്തെ മലയില്? അപ്പുറം നമ്മള് ഫസ്റ്റ് വന്നേല്. അയ്യോ എടാ എന്റെ ഇതില്ലടാ കിറ്റ്.
കിറ്റില്ല ബാൻഡേജ് ലെഫ്റ്റിലെത്തി. നോക്കാന്ന് വെച്ചിട്ട് ബുട്ടണ്ണ നോക്കാന്ന് വെച്ചിട്ട് ബുട്ടിനെ. അവന്റെ HP നോക്കണം. കളിക്കള ഡെയിലി മര്യാദക്ക് പോണേ. ഭയങ്കര ഉഴപ്പ് ചെയ്തത് കേട്ടോ, സീരിയസ്ലി പറയാലോ. ഒരാഴ്ച നോഴപ്പ് പിന്നെയും 0. എടാ നോഴപ്പാണടാ, ഇത് ഉഴപ്പല്ലടാ. എന്തുവാടാ അടിക്കടാ കറക്റ്റ് ഒന്നും സപ്പ് ഒന്നും ചെയ്തില്ല. ബോച്ചിക്ക് വെച്ച് കൂമാ കൊണച്ചോന്ന് പറഞ്ഞു വീണ്, മറ്റടുത്ത് വെച്ച് കവർ ചെയ്തില്ല, ഇവിടെ വെച്ച് അവനെ അടിച്ചില്ല. ഇങ്ങനെ പറയല്ലേടാ. ശരി എടാ സായിപ്പേ ഉഴപ്പാതടാ സായിപ്പേ. ഞാൻ ഉഴപ്പിടുന്നില്ല ബ്രോ.